പീരെ കാമിൽ ഷെയ്ഖ് തരീക്കത്ത് ഹദറത്ത് ഷെയ്ഖ് അബ്ദുള്ള ഷാ ഖാദിരി അൽ ഖാദിരി കല്ലായി ഉപ്പാവ വേങ്ങാട് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ 15ാമത് ഉറൂസിനോടനുബന്ധിച്ച സൂഫി സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സൂഫി സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ഷെയ്ഖുന ഹദറത്ത് ഷെയ്ഖ് മസിയ സത്താർ ഷാ ഖാദിരി അൽ ഖാദിരി വേങ്ങാട് ഉപ്പാവ മുദ്ദല്ലിലുൽ അലി മഹാനവറുകളാണ്. മഹാനവറുകളെ ഉപ്പാവയ്ക്ക് വേണ്ടിയും ഉറൂസ് കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് പ്രമുഖ വാഗ്മി ഉസ്താദ് ഹസൻ ഇർഫാനി ഇടക്കുളം മഹാനവറുകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ മഹത്തായ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب عليه توكلت وإليه أنيب عليه توكلت وإليه أنيب. ബഹുമാന ആദരവുകൾ അർഹിക്കുന്ന നാം എല്ലാവരും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ എല്ലാമായ വേദിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട സത്താർ ഷാ ഖാദിരി ഉപ്പാവ, അല്ലാഹു തആല അവിടുത്തെ തണല് ദീർഘം കാലം നമുക്ക് നൽകുമാറാകട്ടെ. പിന്നീട് സദസ്സിലിരിക്കുന്ന അസീസ് ഹാജിയെ പോലത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ സദസ്സ് നമ്മുടെ ആരുടെ പേരിലാണോ ഉറൂസ് ആഘോഷിക്കുന്നത് ആ ഉപ്പാപ്പയുടെയും അവിടുത്തെ മശായിഖന്മാരുടെയും അവിടുത്തെ ഖലീഫമാരുടെയും മദതുള്ള സലസാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായിട്ടാണ് ഈ ഉറൂസിൽ ഞാൻ പങ്കെടുക്കുന്നത്. എൻ്റെ പ്രഭാഷണങ്ങൾ യൂട്യൂബിലൂടെ കേൾക്കുന്ന പലരും ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാകാം. ലോകത്ത് ഒരുപാട് ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ത്വരീഖത്തുകാരാണ് താനും, അതിലാർക്കും നമുക്കൊന്നും സംശയമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോ ത്വരീഖത്തുകാരായ നമ്മൾ എന്തിനാണ് ഇങ്ങനൊരു ഹളറത്തിൽ നമ്മൾ വന്നത് എന്ന് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പൊതുവെ ത്വരീഖത്ത് എന്ന് കേൾക്കുമ്പോൾ ഒരു മനസ്സിലൊരു വെറുപ്പോടുകൂടെ നോക്കിക്കാണുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സൂഫിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹാലിളകുന്ന ചിലരെ നമുക്ക് കാണാം. സത്യത്തില് സൂഫിസം എന്നുള്ളത് അല്ലെങ്കിൽ ത്വരീഖത്ത് എന്നുള്ളത്
പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഇഹ്സാനാകുന്ന ഒരു ഭാഗമാണ്. ദീന് എന്ന് പറഞ്ഞാൽ ഇസ്ലാമുമുണ്ട്, ഈമാനുമുണ്ട്, ഇഹ്സാനുമുണ്ട്. ഇഹ്സാനാണ് പിന്നീട് ത്വരീഖത്തായിട്ട് രൂപാന്തരപ്പെട്ടത്. പിന്നീട് എന്നല്ല, ഇഹ്സാനിൽ പറഞ്ഞ വശങ്ങളാണ് ത്വരീഖത്തായിട്ട് എന്ത് ചെയ്യുന്നത്, ലോകത്ത് നിലനിൽക്കുന്നത്. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനിൽ നിന്ന് ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, ഇഹ്സാൻ എന്താണ് എന്ന് ചർച്ച ചെയ്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതിനെ ഓരോ വിഷയത്തിലും ഗവേഷണ പടുക്കളായ പണ്ഡിത മഹത്തുക്കൾ അതിനെ പ്രത്യേകമായി ചർച്ച ചെയ്ത് ചില നിയമങ്ങളെയും തത്വങ്ങളെയും കൊണ്ടുവന്നു. അതിൽ ഇസ്ലാം എന്ന് പറയുന്ന 5 കാര്യങ്ങൾ ഹദീസ് ചർച്ച ചെയ്ത് പിൽക്കാലത്ത് പണ്ഡിതന്മാർ അതിനെ ഒരു പ്രസ്ഥാന രൂപത്തിൽ കൊണ്ടുവന്നു. അതാണ് ശരീഅത്ത്. ഈമാന് എന്ന് പറയുന്ന 6 കാര്യങ്ങൾ, ആ 6 കാര്യങ്ങളുടെ ഹദീസുകളെ ഗവേഷണം ചെയ്ത് പിൽക്കാലത്ത് ഒരു നിയമതത്വ സംഹിതയായി രൂപാന്തരപ്പെട്ടു. അതാണ് നമ്മളുടെ വിശ്വാസ കർമ്മങ്ങൾ. ഇഹ്സാൻ എന്ന് പറയുന്ന അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന് പറയുന്ന ഹദീസ് ബേസ് ചെയ്ത് ആ വിഷയത്തിൽ അഗ്രഗണ്യന്മാരായ മശായിഖന്മാർ ഗവേഷണം ചെയ്തെടുത്ത് ചില നിയമങ്ങളെയും തത്വങ്ങളെയും ലോകത്ത് കൊണ്ടുവന്നു. അതാണ് ത്വരീഖത്ത്. അപ്പൊ ഓരോ ഗവേഷണ പടുക്കളായ മഹാരഥന്മാർ പ്രത്യേകമായിട്ട് രൂപാന്തരപ്പെടുത്തിയ നിയമ തത്വ സംഹിതകൾ ആ മഹാനിലേക്ക് ചേർത്തി നോക്കിയിട്ട് ഓരോ ത്വരീഖത്തിന്റെ പേരിൽ അറിയപ്പെട്ടു. ഷാഫിഈ ഇമാം ശരീഅത്തിൽ ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞ് അറിയപ്പെട്ടു. ഹനഫി ഇമാം ശരീഅത്തിൽ ഹനഫി മദ്ഹബ് എന്ന് പറഞ്ഞ് അറിയപ്പെട്ടു. ഹംബലി ഇമാം ശരീഅത്തിൽ ഹംബലി മദ്ഹബ് എന്ന് പറഞ്ഞ് അറിയപ്പെട്ടു. അത് അവർ ഗവേഷണം ചെയ്ത നിയമങ്ങളും തത്വങ്ങളുമാണ്. അതുപോലെ വിശ്വാസപരമായി ഇമാം അശ്അരി തങ്ങൾ, ഇമാം മാതുരീദി തങ്ങൾ മുത്തുനബി പഠിപ്പിച്ചു തന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഹദീസുകളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു നിയമതത്വ സംഹിത രൂപാന്തരപ്പെടുത്തി. അതാണ് നാം രണ്ടാലൊരു അഖീദയിൽ വിശ്വസിക്കുന്നവരാണ്. വിശ്വാസത്തിൽ അതേതാണ്? മാതുരീദിയും അശ്അരിയുമാണ്. പിന്നീട് ത്വരീഖത്തുകളെ ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ആത്മീയമായി പിൻപറ്റിയ, അവിടുത്തെ ആത്മീയ വശങ്ങളെ മനസ്സിലാക്കിയ, അവിടുത്തെ റൂഹിന്റെ സ്വഭാവങ്ങൾ തന്നിലേക്ക് ആവാഹിച്ചെടുത്ത് ആ ഒരു സ്വഭാവ ഗുണങ്ങളുമായി നിന്ന ത്വരീഖത്തിലെ ആത്മീയ പാതയിലെ ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാർ, അവർക്ക് ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ല് നീ എന്റെ അമാനില്ലതൊന്നോവർ, അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ ഞാൻ ഒന്നും പറയുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അതേ മക്കാമിൽ നിന്നുകൊണ്ട് ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ എത്തിയപ്പോൾ അവരും ചില നിയമങ്ങൾ, ഞാൻ പോയ റൂട്ട് അള്ളാഹുവിലേക്ക് സഞ്ചരിക്കാനുള്ള റൂട്ടിന് ഈ പറയുന്ന നിയമതത്വ സംഹിതകൾ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് എത്താൻ കഴിയും എന്ന രീതിയിൽ ഒരു നിയമതത്വ സംഹിത രൂപാന്തരപ്പെടുത്തി അത് ഗൗസുൽ ആലം തങ്ങളിലേക്ക് ചേർത്തി നോക്കിയപ്പോൾ അതിനെ ത്വരീഖത്തുൽ ഖാദിരിയ എന്ന് പറഞ്ഞറിയപ്പെട്ടു. ഇങ്ങനെയാണ് ഇമാമുന റിഫായി തങ്ങളുടെ റിഫായി ത്വരീഖത്ത് വരുന്നത്. ഇങ്ങനെയാണ് ഇമാം ഷാദുലി തങ്ങളുടെ ഷാദുലി ത്വരീഖത്ത് വരുന്നത്. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട നക്ഷബന്ദി തങ്ങളുടെ നക്ഷബന്ദി ത്വരീഖത്ത് വരുന്നത്. ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ റൂട്ടുകളാണ്, പക്ഷെ ലക്ഷ്യം ഒന്നാണ്, മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിനെ അറിയുക എന്ന് പറയുന്ന റൂട്ടിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി മഹാരഥന്മാർ കെട്ടിപ്പടുത്ത ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്.